ഇവനെന്താ ഇവിടെ കാര്യം? അതെ ഞാൻ പറയാം. ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ മുതലാളി. അതായത് ഈ ഹോട്ടലിലെ ബാറ് ലീസിനെടുത്തിരിക്കുന്ന മുതലാളി. എന്റെ കളരി വരുമ്പോഴേ ദൈവങ്ങളെ നോവ് എന്തായി കാണേ. എന്റെ തമിഴ് പയ്യനിലേ നിൽക്കണേ. നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചി വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമായം. എന്ത് വ്യാകുലമാതാവ് ഇയാളെങ്ങനെ ഇവിടെ വന്നു? ഈ പാതാളം എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ആദ്യ കാലത്തെ വിളിക്ക് പോയതാണല്ലോ. സാറിനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ? അല്ല സാറ്, എന്ത് കേസിന്റെ പേരിലാണ് സാറിന്റെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റാൻ പറയുന്നത്? നമ്മൾ തമ്മിൽ കോഴിക്കോട്ട് വെച്ചൊരു കേസ് ഉണ്ടായി. ആ കേസ് എന്തുകൊണ്ടാണ് കേസല്ലായെന്നുള്ള കേസ് സാറിന് മനസ്സിലായിട്ടുണ്ടല്ല. പിന്നെ ഏത് കേസാണ് ചെയ്തതായിട്ടാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെ ഒരു കേസില്ലാത്തൊരു കേസായിട്ടാണ് നിൽക്കാൻ ഞാൻ കൺഫ്യൂഷനായി. അയ്യോ ശ്രീധേട്ട എന്താണ് ഈ പറയണത്? നമ്മൾ തന്നെ എഴുതി ഒപ്പിട്ടൊരു ഉടമ്പടിയില്ലേ? അതിനകത്ത് ഈ അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു കൊടുത്താൽ 2006 മാർച്ച് 1-ാം തീയതി 1-ാം പാർട്ടി വില്ലുവാതിക്കൽ ശ്രീധരൻ, 2-ാം പാർട്ടി കുഞ്ഞിമോൻ തമ്മിൽ എഴുതി ഉണ്ടാക്കിയ മധ്യശാല ഉടമ്പടി കരാർ. വായിക്കണ്ട, ആരുടെ കാര്യം മാത്രമല്ല. ഈ കരാർ ഉടമ്പടി പ്രകാരം 2-ാം പാർട്ടിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, കൂടാതെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെ കേട്ടാൽ ആര് പറഞ്ഞു? ആന എന്ത് വാഹനം? മുരുകന് വഴിയാണ് വാഹനം, എന്നത് ചെല്ലിയാണ് വാഹനം, അയ്യപ്പന് പുലിയാണ് വാഹനം, ഈ പാവപ്പെട്ട കുഞ്ഞുമേലെ ആനയാണ് വാഹനം. என்னைக்காவது ஒரு நாள் என் பிள்ளை சரியா மாட்டுவேன். அன்னைக்கு வச்சுக்க. അങ്ങനെ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ ഈ ഹോട്ടലിൽ കൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ ഞാൻ ശരിക്കും നല്ല മണിച്ചിത്ര തട്ടും. മോനെ കുഞ്ഞുമോനെ, നീ ഇന്ന് മുതൽ വലിയ പാറിന്റെ മുതലാളിയാണ്. എന്റെ കാറും എല്ലാ സെറ്റപ്പും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കോഴിക്കോട് വരെ പോകണം. ഒരു അർജന്റ് മാറ്റർ വിളിച്ചാൽ ഞാൻ ഉടനെ വരും. വിളിച്ചാൽ വരണം. അല്ല ഏത് വണ്ടി?